മാനി ഫ്രം അഹമ്മദ് അൽ മഗ്രിബി. ഒരു അണ്ടർ റേറ്റഡ് പെർഫ്യൂമായിട്ടാണ് എനിക്ക് തോന്നിയത്. എവിടെ ഞാനിതിൻ്റെ റിവ്യൂ ഒന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല. 100 ml ആണ് EDP കോൺസെൻട്രേഷൻ. കാഫ് ഗാഫ് അതേ സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷനും ബോട്ടിലൊക്കെയാണ്. പക്ഷെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബോട്ടിൽ ക്വാളിറ്റി വളരെ മോശമാണ്. ഇവിടുത്തെ ആ ഒരു സംഭവം ഇത് പൊട്ടിപ്പോയി. അത് ഇതിന് മാത്രമല്ല, പിന്നെ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ വാങ്ങിയ ഗാഫ് എന്നുള്ള പെർഫ്യൂം കണ്ട് അതിൻ്റെയും ഇവിടെ പൊട്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ ചുറ്റി വെച്ചേക്കാണ്. റീസെൻ്റ്ലി വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പെർഫ്യൂമാണ് ഗാഫ്. ഓൾമോസ്റ്റ് ഇത്രയും തീർന്നു. ഞാനിതൊരു അണ്ടർ റേറ്റഡ് ജെം എന്ന് പറയാൻ കാര്യം, ഇത് അത്ര ഒരു ഫെയിമിലേക്ക് ഈ പെർഫ്യൂം വന്നിട്ടില്ല. ചിലപ്പോൾ ഇതിൻ്റെ ഒരു പേര് മാനി എന്നുള്ളത് കൊണ്ടാവാം, ഈ ഒരു ബ്ലാക്ക് കളർ തീം മേ ബി ഒരു കാരണമാവാം. കാര്യം മൊത്തത്തിലൊരു ഡാർക്ക് ഒരു ഊത് ഷെയ്ഡുള്ളൊരു പെർഫ്യൂമാണെന്ന് ആളുകൾ മിസ്ലീഡ് ചെയ്ത് കാണാം. പക്ഷേ സംഭവം അതൊന്നുമല്ല. ഇത് പക്ക ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഫ്രഷ് പെർഫ്യൂമാണ്. നിങ്ങൾ ഫ്രഷ് ഫ്രാഗ്രൻസുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ മസ്റ്റായിട്ടും ഈ പെർഫ്യൂം ട്രൈ ചെയ്യണം. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം. നമുക്ക് സ്മെല്ല് നോക്കാം. ആറ്റമൈസറൊക്കെ നൈസാണ്. ഓയിൽ കോൺസെൻട്രേഷനൊക്കെ നല്ല തിക്കായിട്ടുള്ള, അത് പിന്നെ അഹമ്മദിൻ്റെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അടിച്ച ആ ഏരിയയിൽ തളം കെട്ടിക്കിടക്കും. ഫസ്റ്റ് സ്പ്രേയിൽ നമ്മൾ സ്കിന്നിൽ സ്മെൽ ചെയ്യുമ്പം ഒരു സ്പൈസി ഫ്ലേവറാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുള്ളത്, നിങ്ങൾ സ്കിന്നിലടിക്കുമ്പോഴും സ്ട്രിപ്പിലടിക്കുമ്പോഴും അതുപോലെ ഡ്രസ്സിലടിക്കുമ്പോഴും മൂന്ന് ടൈപ്പിലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പെർഫ്യൂമിൻ്റെ നോട്ടുകൾ പിക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്കിന്നിലടിക്കുമ്പോഴാണ്. സ്ട്രിപ്പിലടിക്കുമ്പോൾ കുറച്ചുകൂടെ സമയം എടുക്കുന്നുണ്ട് അതിൻ്റെ നോട്ടുകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരാൻ. ഞാൻ റിവ്യൂ ചെയ്യുന്നത് കൂടുതലും സ്കിന്നിലടിച്ചിട്ടാണ്. അതിൽ നമുക്ക് സ്മെല്ല് ചെയ്യുമ്പോൾ ഇതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള നോട്ടുകൾ, അതിൻ്റെ ചെറിയ ചേഞ്ചസ് ഒക്കെ നമുക്ക് ഇതിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ നോട്ട്സ് കൊടുത്തിരിക്കുന്നത് സ്വീറ്റ് ലൈം, ബ്ലഡ് ഓറഞ്ച്, സിസിലിയൻ ലെമൺ ആൻഡ് ജുനിപ്പർ ബെറിയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സ്പൈസി നോട്ട്, എക്സാക്റ്റ് പറയുകയാണെങ്കിൽ റെഡ് ചില്ലീസിൻ്റെ നമ്മുടെ ഒരു വറ്റൽമുളകിൻ്റെ ടൈപ്പ് ഒരു സ്പൈസി ഫീലാണ് ആദ്യത്തെ ആ സ്പ്രേയിൽ സ്കിന്നിലടിക്കുമ്പോൾ എനിക്ക് കിട്ടിയത്. പെട്ടെന്ന് തന്നെ അത് മാറിയിട്ട് ഒരു സ്വീറ്റ് ലെമനോയിഡ് ജ്യൂസിൻ്റെ ഒരു ഫ്ലേവറിലേക്ക് അത് മാറുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ ഓടി ഒരു കടയിലേക്ക് കയറി ഒരു തണുത്ത ഐസിട്ട നാരങ്ങ വെള്ളം കുടിച്ചാൽ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ശരീരത്തിന് മൊത്തം ഒരു കുളിർമ, ഒരു ഫ്രഷ്നെസ്, അതേ ഒരു ഫീലാണ് ഈ പെർഫ്യൂം നമ്മൾ ഫസ്റ്റ് ഓപ്പണിങ്ങിൽ നമ്മളിത് അടിക്കുമ്പം കിട്ടുന്നത്. ഒരു സസ്റ്റി ബേഴ്സ് ഓഫ് സിട്രസി ഓപ്പണിംഗ് എന്ന് പറയാം. സിട്രസിൻ്റെ ഒരു പൊട്ടിത്തെറി ഈ പെർഫ്യൂമിൻ്റെ ഓപ്പണിങ്ങിലും ഉണ്ട്. ലെമണാണ് ഇതിൻ്റെ മെയിൻ ഹീറോ. തുടക്കം മുതൽ ഒടുക്കം വരെ ലെമണിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ഉടനീളം ഈ പെർഫ്യൂമിൽ കിട്ടും. ചെറിയൊരു ഷാർപ്നെസ് ഉണ്ട്, എന്നാൽ ഓവറായിട്ടില്ലതാനും. മിഡിലേക്ക് വരുമ്പോഴത്തേക്കും ലാവൻഡർ, ജെറാനിയം, ക്ലാരിസേജ്, മഗ്നോളിയ ആൻഡ് വെറ്റിവർ, ഇത്രയും നോട്ട്സാണ് കൊടുത്തിരിക്കുന്നത്. മിഡിലേക്ക് ലാവൻഡറിൻ്റെ ഒക്കെ നല്ലൊരു ഫ്രഷ് ഫ്ലോറൽ ഒരു ആരോമാറ്റിക് സ്മെല്ലൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ക്ലാരിസേജിൻ്റെ ഒരു ഹെർബലി ആരോമാറ്റിക് സ്മെല്ല്, ഇതെല്ലാം മിക്സ് ചെയ്ത് വരുന്നുണ്ട് മിഡിൽ നോട്ടിലേക്ക്. ഓപ്പണിങ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു മിൻറ്റിൻ്റെ ഒരു ഫീല്, ഒരു മെന്തോൾ, ഒരു ഫ്രഷ്, ഒരു കൂളിംഗ് എയറി ഗ്രീനിഷ് ടോണിൽ വരുന്ന സ്മെല്ലൊക്കെ ഇതിന് മൊത്തത്തിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ കയ്യിലടിച്ചാലും സ്ട്രിപ്പിലടിച്ചാലും ഡ്രസ്സിലടിച്ചാലൊക്കെ പല സ്മെല്ലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനിപ്പോൾ കുറേ നേരം മുമ്പ് അടിച്ച് വെച്ച സ്ട്രിപ്പാണ്. ഇതിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞ ഒരു റെഡ് ചില്ലി സ്പൈസി സ്മെല്ലാണ് എനിക്ക് കൂടുതലും കിട്ടുന്നത്. അറ്റ് ദ സെയിം ടൈം ഞാൻ ഈ കയ്യിലും ഇതുപോലെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം നോട്ടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു മസ്കി വുഡി സ്മെല്ലൊക്കെ നമുക്ക് ഇപ്പം കയ്യിൽ കിട്ടുന്നുണ്ട്. അപ്പം അതിൻ്റെതായ ഒരു മാറ്റങ്ങളുണ്ട്. ബേസിലേക്ക് ആംബ്രഗ്രീസ്, ആംബ്രോക്സിന്, വൈറ്റ് മസ്ക്, സീഡാർ വുഡ്, പച്ചോളിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബേസിൽ ഒരു മസ്കി വുഡി ടച്ചാണ് എനിക്ക് കൂടുതലായിട്ടും ഫീൽ ചെയ്യുന്നത്. അതുപോലെ ചെറിയൊരു ബ്ലൂ അക്വാറ്റിക് ടൈപ്പ് ഓഫ് സ്മെല്ലും കിട്ടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നൊരു പൗഡറി ആരോമാറ്റിക് സ്മെല്ല് ആണ് എനിക്ക് കൂടുതലായിട്ടും ഒരു സൈഡിലേക്ക് തോന്നുന്നത്. ഒരു ന്യൂജൻ ജെൻസി ബാർബർ ഷോപ്പിൽ കയറി ചെന്നുള്ള ഒരു ഫീല്, അവിടുത്തെ ഒരു ക്രീമുകളുടെയും പ്രൊഡക്റ്റുകളുടെയും ഒരു സ്മെല്ല്, ആഫ്റ്റർ ഷേവ് ഡെനിമിൻ്റെ ആ ഒരു സിട്രസി ഷാർപ്പ് സ്മെല്ലൊക്കെ എനിക്ക് ഇതിൻ്റെ ബേസിൽ കിട്ടുന്നുണ്ട്. ഓൾഡ് ബാർബർ ഷോപ്പ്, വിൻറ്റേജ് ബാർബർ ഷോപ്പ് എന്ന് പറഞ്ഞാൽ കുറൂസാണ്, അതല്ല. ഫ്രഷ് സിട്രസി, വുഡി, സ്പൈസി, മസ്ക്, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്മെല്ല്. പക്ക ഒരു ഓഫീസ് ജിം എവരിഡേ പെർഫ്യൂം.
ഒരു 7 hour ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഡ്രസ്സിൽ നന്നായിട്ട് ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൊജക്ഷൻ വളരെ കുറവാണ്, പക്ഷേ ഭയങ്കര രസമുള്ള ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. നിങ്ങളിതൊന്ന് വാങ്ങി ട്രൈ ചെയ്യണം. ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എനിക്കിതൊരു ഭയങ്കര സംഭവമായിട്ട് തോന്നി, അതുകൊണ്ടാണ്. അപ്പം ഞാനിത് വേറെ റിവ്യൂസൊന്നും അങ്ങനെ കണ്ടിട്ടുമില്ല, ബ്ലൈൻഡ് ബൈ പർച്ചേസിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്കും ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.